അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, സുപ്രീം കോടതി അഭിഭാഷകൻ. അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ, ഈ പഞ്ചാബ് ഗവർണർക്കെതിരായ കേസിലെ വിധി ശരിവെച്ചുകൊണ്ടുകൂടിയാണ് സുപ്രീം കോടതി ഇന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന്റെ ബലത്തിലാണ് ഈ തീരുമാനമെടുത്തത്. ഇതുവരെ തമിഴ്നാട് ഗവർണർ എന്നുള്ള വാദം അവിടെ പൊളിയുകയാണ്. നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഗവർണർക്ക് മുന്നിൽ മൂന്ന് സാധ്യതകൾ എന്താണെന്ന് വളരെ കൃത്യമായി ഇന്നത്തെ ഉത്തരവിൽ പറയുകയാണ്. ഇനി നോക്കുകയാണെങ്കിൽ ഗവർണറുടെ അധികാര പരിധിയുമായി ബന്ധപ്പെട്ട നേരത്തെയും സുപ്രീം കോടതിയിൽ നിന്ന് നിരവധി വിധികൾ ഉണ്ടായിട്ടുണ്ട്. നബാം റാബിയ കേസ് 2016, ഷംസേർ സിംഗ് കേസ് 1974 കേസാണ്. രാമേശ്വർ പ്രസാദ് കേസ് 2006, ആർ എ മേത്ത കേസ് 2013, ഏറ്റവും ഒടുവിൽ പഞ്ചാബ് ഗവർണർ കേസ് 2023. അപ്പോൾ നിരവധി വിധികൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ഈ വിധികൾ അവിടെ നിൽക്കെ തന്നെ ഗവർണർമാർ ഈ അധികാര പരിധി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമ്മുടെ വർത്തമാനകാല യാഥാർത്ഥ്യം. അപ്പോൾ ഇന്നത്തെ വിധി എങ്ങനെ വ്യത്യസ്തമാകുന്നു അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? ഇത് ഗവർണർമാർക്കുള്ള കൃത്യമായ നിയന്ത്രണ രേഖ വരയ്ക്കുന്ന ഒരു ഉത്തരവായി കാണാൻ പറ്റുമോ? അതെ, ഇന്നത്തെ വിധി വ്യത്യസ്തമായിരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ടൈം ലിമിറ്റ് പ്രിസ്ക്രൈബ് ചെയ്തു എന്നുള്ളതാണ്. അതായത് നേരത്തെ ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ ആർട്ടിക്കിൾ 200 പറയുന്നത് നിയമസഭ പാസ്സാക്കുന്ന ഒരു ബില്ല് ഗവർണറുടെ കൺസിഡറേഷൻ വരുമ്പോൾ ഗവർണർക്ക് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങളാണ്. ഒന്നുകിൽ ഗവർണർക്ക് അത് സമ്മതിക്കാം, അസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഹി ഷാൽ വിത്ത്ഹോൾഡ് ഹിസ് അസെന്റ് എന്നാണ് പറയുന്നത്. അതായത് അതിന് സമ്മതം കൊടുക്കാതിരിക്കാം. അതല്ലെങ്കിൽ മൂന്നാമത് അദ്ദേഹത്തിന്റെ പ്രസിഡന്റിന് അത് റിസർവ് ചെയ്യാം. ഈ അസെന്റ് ചെയ്യുകയാണെങ്കിൽ ഉടനെ ചെയ്യുക. ഷാൽ എന്നാണ് പറയുന്നത്. ഷാൽ എന്ന് പറഞ്ഞാൽ ചെയ്യണം എന്ന് മാൻഡേറ്ററി ആണ് ലോയിൽ. അസെന്റ് വിത്ത്ഹോൾഡ് ചെയ്യുകയോ പ്രസിഡന്റിന് അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ 1 മാസത്തിനകത്ത് ചെയ്യണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു. 1 മാസത്തിനകത്ത് ചെയ്യണം. അതിനുശേഷം സഭയ്ക്ക് അത് അയക്കുകയാണെങ്കിൽ, സഭയ്ക്ക് തിരിച്ചയക്കുകയാണെങ്കിൽ അത് 3 മാസത്തിനകത്ത് ചെയ്യണം. സഭയ്ക്ക് ഗവർണർക്ക് ഈ ചില നിർദ്ദേശങ്ങളോട് കൂടി സഭയ്ക്ക് തിരിച്ചയക്കാം, ഈ ബില്ല് റീകൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞ്. അങ്ങനെ റീകൺസിഡർ ചെയ്തിട്ട് സഭ വീണ്ടും ഇത് ഗവർണർക്ക് അയക്കുകയാണെങ്കിൽ ഗവർണർ അതിൽ ഒപ്പിടാൻ ബാധ്യസ്ഥനാണ്. പിന്നീട് രണ്ടാമത് തിരിച്ചയക്കുന്ന വേളയിൽ ഗവർണർക്ക് ഇത് പ്രസിഡന്റിന് അയക്കാൻ കഴിയില്ല. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ നേരത്തെ സമയപരിധി ഇല്ലായിരുന്നു, പെട്ടെന്ന് ചെയ്യണം എന്നുള്ളത്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച എല്ലാ വിധികളിലും ഫെഡറൽ സംവിധാനത്തിന്റെ അതിന്റെ ആ ഒരു ഗൗരവം എത്രത്തോളമാണെന്ന് പറയുമ്പോഴും ഗവർണർ ഭരണഘടനാ വിധേയമായി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണെന്നൊക്കെ പറയുമ്പോഴും ഈ ഒരു സമയപരിധി നിശ്ചയിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. തമിഴ്നാട് ഗവർണർ ഇപ്പോൾ ചെയ്ത നടപടികളുടെ ഭാഗമായിട്ടാണ് സുപ്രീം കോടതിക്ക് ഇങ്ങനെ ഇടപെടേണ്ടി വന്നത്. ഇതിൽ സുപ്രീം കോടതി വളരെ വ്യക്തമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ RN രവി ചെയ്തത് ഇല്ലീഗലായിട്ടുള്ള കാര്യമാണ്. അദ്ദേഹം ചെയ്തത് സതുദ്ദേശപരമായിരുന്നില്ല എന്നാണ്. അതായത് നോട്ട് ബോണഫൈഡി എന്നാണ് പറയുന്നത്. മാലഫൈഡി എന്നുള്ള വാക്ക് ദുരുദ്ദേശം എന്നാണ്. ദുരുദ്ദേശം എന്ന് പറയുന്നത് കുറച്ചുകൂടി മയത്തില് സതുദ്ദേശപരമായിരുന്നില്ല എന്നാണ് പറയുന്നത്. സാധാരണ നല്ല ഭരണഘടന കീഴ്വഴക്കം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു വിധി തിരിച്ചടി വന്ന സ്ഥിതിക്ക് ഗവർണർ അവിടെ രാജിവെച്ചു പോവുക എന്നുള്ളതാണ്. ഗവർണർ ചെയ്ത നടപടി തികച്ചും ഭരണഘടനാ വിരുദ്ധമാണെന്നും അദ്ദേഹം നല്ല ഉദ്ദേശത്തോടു കൂടി അല്ല അത് ചെയ്തതെന്നും പറയുകയാണ്. പിന്നെ സുപ്രീം കോടതി തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെന്റ് അത് ഭരിക്കണമെങ്കിൽ അതിൽ ഗവർണർക്ക് എന്താണ് റോള്, അത് ഒരു ഡേ ടു ഡേ അഫയേഴ്സ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടു പോകുന്നതിൽ തടസ്സം നിൽക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള കുറെ തത്വങ്ങൾ വീണ്ടും ഊന്നി പറയുകയുണ്ടായി. ഇവിടെ നേരത്തെ സംസാരിച്ച പ്രതിനിധി ഇതിനെതിരെ അപ്പീൽ പോകുമെന്നൊക്കെ സൂചിപ്പിച്ചു. ഇതിനെതിരെ അപ്പീലില്ല. സുപ്രീം കോടതിയുടെ വിധികൾ ഡിവിഷൻ ബെഞ്ച് ആണെങ്കിലും ഫൈനലാണ്. സുപ്രീം കോടതി അവസാനത്തെ കോടതിയാണ്. സുപ്രീം കോടതിയുടെ വിധി ഫൈനലാണ്. പിന്നെ ഇതിനകത്ത് വേറെ ഏതെങ്കിലും ബെഞ്ചിൽ ഇതിന്റെ ഏതെങ്കിലും ഈ വിധിയിൽ പറയുന്ന ഏതെങ്കിലും കാര്യങ്ങൾ സംശയം ഉണ്ടാവുകയോ അത് ലാർജർ ബെഞ്ചിനെ റെഫർ ചെയ്യുകയോ ചെയ്താൽ മാത്രമേ ഇതിൽ എന്തെങ്കിലും തിരുത്തലുകൾ വരുത്താൻ കഴിയൂ. ഇപ്പോൾ ഇതാണ് നിയമം. ഇതിന് മുകളിൽ അപ്പീലില്ല. റിവ്യൂ എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ ഉണ്ട്. റിവ്യൂ പെറ്റീഷൻ ഈ കോടതി ഇതേ ബെഞ്ചിന്റെ മുമ്പിൽ തന്നെയാണ് വരുന്നത്. അത് സാധാരണഗതിയിൽ ചേംബറില്ല, വാദം കേൾക്കാറില്ല. അഭിഭാഷകർക്ക് അവിടെ പ്രവേശനമില്ല. ജഡ്ജസ് തന്നെ അത് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും അതുപോലുള്ള കാരണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് റിവ്യൂ ചെയ്യുന്നത്. അല്ലെങ്കിൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു റെമഡി സാധാരണഗതിയിൽ എക്സസൈസ് ചെയ്യാറില്ല. അപ്പോൾ ഈ വിധി നമ്മെ സംബന്ധിച്ചിടത്തോളം അന്തിമമാണ്. ഇത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം എന്ന് പറയുന്നത് ഇതുപോലുള്ള സമാനമായിട്ടുള്ള കേസുകളിൽ രാജ്യത്തുള്ള നേരത്തെ കേരളത്തിന്റെ കാര്യം പറഞ്ഞു. കേരളത്തിന്റെ കേസ് ഇന്ന് കേരളത്തിന് വേണ്ടി വാദിച്ച അഭിഭാഷകൻ ശ്രീ KK വേണുഗോപാല് ഈ ബെഞ്ചിലേക്ക് തന്നെ ഇത് വെക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു.
അത് ചീഫ് ജസ്റ്റിസ് ആണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും അദ്ദേഹം അത് മാറ്റി വെച്ചിരിക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ? കാരണം സമാനമായ കേസാണ്, ഇതേപോലെ തന്നെ ബില്ലുകൾ തടഞ്ഞു വെച്ച കാര്യമാണ്. 23 മാസത്തോളം തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. 23 മാസമായി 7 ബില്ലുകൾ തടഞ്ഞു വെച്ചത് എന്നാണ് കേരളം വ്യക്തമാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന്മേൽ ഇനി അത് മെയ് 13-ാം തീയതിയിലേക്ക് എന്ന് മാറ്റിവെക്കാനുള്ള കാരണം എന്താണ്? കാരണം ഇന്നത്തെ വിധി ബാക്കി ബെഞ്ചുകൾക്ക് ബൈൻഡിംഗ് ആണ്. ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ വിധി അത് നിയമമായിരിക്കുകയാണ്. അപ്പോൾ ആ വിധി അതിലെ അന്തസ്സത്ത പാലിച്ചുകൊണ്ട് വേണം ഇനിയുള്ള വിധികൾ വരാൻ. ഇത് ഈ വിധി മറികടക്കാത്തിടത്തോളം, ഈ വിധി അവിടെ നിൽക്കുന്നിടത്തോളം ഇന്നത്തെ വിധിയിൽ പറഞ്ഞിരിക്കുന്ന ന്യായങ്ങൾ അത് വെച്ച് വേണം ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ഓരോ കേസുകളുടെയും വിധി പറയേണ്ടത്. അതായത് കേരളത്തെ സംബന്ധിച്ച പ്രതീക്ഷയ്ക്ക് വകയുള്ളത് തന്നെയാണ്. അതെ, നിയമം ഗവർണർക്ക് എന്തൊക്കെ സാഹചര്യങ്ങളിൽ നിയമം അസെൻഡ് ചെയ്യാൻ പറ്റും, അസെൻഡ് വിത്ത്ഹോൾഡ് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞത് കേരളത്തിലെ ഗവർണർക്ക് അയച്ചു കൊടുത്ത ബില്ലുകളുടെ കാര്യത്തിലും ബാധകമാണ്. അപ്പോൾ ഇതുപോലെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ്നാടിൻ്റേത് പോലുള്ള സമാനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ഏതെങ്കിലും ബില്ല് രണ്ടാമത് അയച്ചതിന് ശേഷം തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് വീറ്റോ എന്നൊരു പ്രയോഗം ഇന്ത്യയിൽ ഇല്ല, നമ്മുടെ ഭരണഘടനയിൽ അത് അനുവദിച്ചിട്ടില്ല എന്നാണ് ഇന്ന് സുപ്രീം കോടതി പറഞ്ഞത്. നേരത്തെ പോക്കറ്റ് വീറ്റോ എന്ന് പറയുന്നത് ഭരണഘടനയിൽ സമയം പ്രിസ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് നേരത്തെ പ്രസിഡന്റ് ഗ്യാനി സെയിൽ സിംഗ് ഒരു പ്രാവശ്യം രാജീവ് ഗാന്ധി അയച്ചൊരു ബില്ല് ഒപ്പിടാതെ തിരിച്ചയക്കാതെ കയ്യിൽ വെച്ചു. അതിന് പോക്കറ്റ് വീറ്റോ എന്ന് പറയും. തിരിച്ചയക്കുന്നില്ല, ഒപ്പിടുന്നുമില്ല, അസന്റ് കൊടുക്കുന്നുമില്ല. അപ്പൊ അത് വീറ്റോ ആയിപ്പോയി. അത് ചെയ്യാൻ പാടില്ല. ഇന്നത്തെ സുപ്രീം കോടതി വിധിയോടുകൂടി അത് പോയിരിക്കുകയാണ്. പോക്കറ്റ് വീറ്റോ ഇനി ആർക്കും എക്സർസൈസ് ചെയ്യാൻ പറ്റില്ല. ഇത് ഗവർണർക്ക് മാത്രമല്ല, ഈ വിധി ഇന്ത്യൻ രാഷ്ട്രപതിക്കും ബാധകമാണ്. കാരണം ഇപ്പോൾ വഖഫ് ബില്ലിന്റെ കാര്യത്തിൽ രാഷ്ട്രപതിയെ കാണുന്നു എന്ന് മുസ്ലിം ലീഗ് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ അത് പ്രാബല്യത്തിൽ വന്നു. പക്ഷെ രാഷ്ട്രപതി പോയി പറയുകയാണ്, പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ്, താങ്കൾ ഇതിൽ ഒപ്പിടരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുപ്രീം കോടതി വിധിയെടുത്ത് കാണിച്ചിട്ട് ഞാൻ ഒപ്പിടാൻ ബാധ്യസ്ഥയാണ്, അല്ലെങ്കിൽ തിരിച്ചയക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേണം എന്നുള്ള രീതിയിൽ പറയാൻ കഴിയും. അപ്പൊ ഇത് രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും ഒക്കെ ബാധകമാണ്. സുപ്രീം കോടതി ലേറ്റ് ഡൗൺ ചെയ്ത നിയമമാണ്. ഈ നിയമം പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. ഇതാണ് ഭരണഘടന. ഇനി ഈ വിധിയുടെ വെളിച്ചത്തിൽ വേണം വായിക്കാൻ. ഏതെങ്കിലും ഗവർണർമാർക്ക് നിയമത്തെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അതിന് ഇപ്പൊ തടയിട്ടിരിക്കുകയാണ്. ചെയ്യാം. ഇപ്പോഴും ഗവർണർക്ക് ഡിസ്ക്രിഷണറി പവർ ഉണ്ട്. എവിടെയാണ്? ഭരണഘടനയിൽ തന്നെ പറഞ്ഞിരിക്കുന്ന വിവേചനാധികാരം. അതായത് ഈ ആർട്ടിക്കിൾ 200 തന്നെ പറയുന്നുണ്ട്, ഹൈക്കോടതിയുടെ അധികാരങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന ഏതെങ്കിലും ബില്ല് വരികയാണെങ്കിൽ ഗവർണർ അത് തീർച്ചയായിട്ടും പ്രസിഡന്റിന്റെ രാഷ്ട്രപതിയുടെ കൺസിഡറേഷൻ അയച്ചിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ വിവേചനം പൂർണ്ണമായിട്ട് പോകുന്നില്ല. വിവേചനം ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ഗവർണർക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ രാഷ്ട്രപതിക്ക് അയക്കാവുന്നതാണ്. പരിശോധിച്ചിട്ട് ഈ ബില്ല് ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമാണ്, അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കിയ ഏതെങ്കിലും നിയമങ്ങൾക്ക്, പ്രാബല്യത്തിലുള്ള നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് തോന്നുകയാണെങ്കിൽ ആദ്യത്തെ തവണ തന്നെ അദ്ദേഹത്തിന് രാഷ്ട്രപതിക്ക് അത് അയക്കാവുന്നതാണ്. പക്ഷെ ഒരു പ്രാവശ്യം കൺസിഡർ ചെയ്ത് തിരിച്ചയച്ചതിന് ശേഷം സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി വീണ്ടും ഗവർണർക്ക് അത് സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഗവർണർ അതിൽ ഒപ്പിടാൻ ബാധ്യസ്ഥനാണ്. രണ്ടാമത് രാഷ്ട്രപതിക്ക് അയക്കാൻ കഴിയില്ല എന്നാണ് ഇന്നത്തെ വിധി പറഞ്ഞത്. അതാണ് തമിഴ്നാടിന്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.